ഹായ്, ഐ എം ഷെഫ് രഞ്ജിത്ത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സിമ്പിളായ ഒരു വെജിറ്റബിൾ ജ്യൂസാണ്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഫേബറിൻ്റെ ഒരു സ്ലോ ജ്യൂസറാണ്. അതിൽ മെയിനായിട്ട് വരുന്നത് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. അതിൽ 8ഓളം ഫങ്ഷൻസ് ആണ് വരുന്നത്. വെജിറ്റബിൾ ജ്യൂസർ തയ്യാറാക്കാനായിട്ട് വെജിറ്റബിൾ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം. ഞാനൊരു ബിഗ് സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ജ്യൂസാക്കി മാറ്റാം. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ജ്യൂസർ പ്രവർത്തിച്ചു തുടങ്ങി. ഇനി നമ്മൾ ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള പീസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലിപ്പോൾ നീളത്തിലുള്ള പീസ് ആഡ് ചെയ്യാം. ഞാനിതിൽ റൗണ്ട് പീസായിട്ട് ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിരുന്നു. ഈ പീസ് നമുക്ക് ഈ ഒരു ടൈപ്പ് സ്ഥലത്ത് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്പണായി വരും. അപ്പോൾ ഓരോരോ പീസുകളായിട്ട് ക്ലോസ് ചെയ്യാം. നമുക്ക് എത്ര പീസ് വേണമെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. എത്ര വലിയ പീസായാലും കുഴപ്പമില്ല. അതിന് അത്രയും വലിയൊരു 80mm ബിഗ് ഫീഡറാണ് ഇതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. നീളത്തിലുള്ളതും വട്ടത്തിലുള്ളതുമായ പീസ് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഇതിൻ്റെ വേസ്റ്റ് വരുന്നൊരു പോർഷൻ നമുക്ക് എടുത്തറിയാം. അത്രയും ഡ്രൈ ആയിട്ടാണ് ഇതിൻ്റെ ഓരോ വേസ്റ്റും വരുന്നത്. 95% ജ്യൂസ് നമുക്ക് ഇതിലൂടെ കിട്ടും. 5% മാത്രമാണ് ജസ്റ്റ് ഇതിൽ വേസ്റ്റ് ആയിട്ട് വരിക. നാരങ്ങ ഇതിൽ ഫൈനായിട്ട് നമുക്ക് ഇതിൽ പിഴിഞ്ഞെടുക്കാൻ പറ്റും. അതുകൂടി നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു പീസ് നാരങ്ങ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുഴുവനോടെ. അത് നമ്മൾ ജസ്റ്റ് ഇട്ടു. ഇനി ഈ പീസ് വെള്ളയ്ക്ക് കൂടി നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ജ്യൂസാക്കി നോക്കാം. നമുക്ക് ഈ പുഷർ വെച്ച് ജസ്റ്റ് ഒന്ന് ഞെക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും കറക്റ്റായിട്ട് ആ ജ്യൂസറിൻ്റെ ഫംഗ്ഷൻ സിമ്പിളായിട്ട് അവിടെ നടന്നോളും. വേസ്റ്റേജ് ഒരു ഭാഗത്ത് ഇത് ഓപ്പൺ ആക്കിയാൽ നമുക്ക് ജ്യൂസ് അതിലൂടെ കിട്ടും. നാരങ്ങയുടെ ആ ഒരു പുളിരസം, വെള്ളരിക്കയുടെ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ടെക്സ്ചർ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഒറ്റ ജ്യൂസറിലൂടെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ജ്യൂസ് റെഡി ആയി കഴിഞ്ഞു. ഇതിൽ ജ്യൂസ് മാത്രമല്ല, നമ്മൾ മെഷീൻ ഓഫ് ചെയ്യാണ്. ഇതിൽ ജ്യൂസ് മാത്രമല്ല, സാലഡ്സ് കൂടി ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഗ്ലാസ്സിലേക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഹാൻഡിൽ കൂടി ഉണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ഈ സംഭവം എടുത്ത് ചേഞ്ച് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട് ഇതിൽ. ഇനി നമ്മളതിൻ്റെ ഓരോരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള മധുരത്തിന് ഷുഗർ സിറപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ജ്യൂസ്. ഗാർണിഷിനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ബീറ്റ്റൂട്ടാണ്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തതിൻ്റെ മുകളിലേക്ക് ഇടുന്നുണ്ട്. ജസ്റ്റ് ലൈറ്റ് കളറിന് വേണ്ടി മാത്രമാണ് നമ്മൾ ബീറ്റ്റൂട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഗാർണിഷിനായിട്ട് ചെറിയൊരു പീസ് പുതിന, ഐസ് ക്യൂബ്, കസ്കസ് എല്ലാം ഇട്ട് കൊടുത്ത് നമുക്കിത് ഫിനിഷ് ചെയ്യാം. നമ്മുടെ ഹെൽത്തി ജ്യൂസ് റെഡി ആയി കഴിഞ്ഞു. മാജിക് ഈസ് ഇൻ ദ മേക്കിംഗ്.